ഫംഗ്ഷന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ മഹർഷി റെഡി ആയിട്ടുണ്ട്. അമ്മ അയാളുടെ തലയിൽ മറ്റേ ഇതും കൂടി കെട്ടു. മുനി കൈ കൊണ്ട് തോണ്ടിപ്പോയിരിക്കും. ഒരു പെട്ടെന്ന് മാത്രം ഇടാ മോനെ റെഡി ആയോ? ചൂടാവില്ലേ ചൂടാവില്ലേ? ഉള്ള അടിപൊളി കപ്പിൾസ്. എല്ലാവരും നീലമായല്ലേ? ഇങ്ങനെ ഇട്ടാ പോരാ. നമ്മളൊക്കെ ഇങ്ങനെ ആളിച്ച് വരി തേക്കുന്നല്ലേ? ഞാനും മയിലും എന്റെ കർണത്താരന്റെ അടിച്ച പോലുണ്ട്. പ്രതീക്ഷിച്ചില്ലല്ലോ. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ ഒരു കല്യാണ ഫംഗ്ഷന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നാമ്പറ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ 6 മണിക്കൊക്കെ എണീറ്റ് ഇങ്ങനെ ഓരോ പണികളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ മാത്രമല്ല പട്ടാമ്പിയിലുള്ളത്, അമ്മ മാത്രമല്ല പട്ടാമ്പിയിലുള്ളത്. നമുക്ക് കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം കാണിക്കാൻ പറ്റില്ല, എല്ലാവരും വളരെ ബിസിയാണ്. സാരി എടുത്തുകൊണ്ടിരിക്കുന്നു, ചിലർ പാവാടിയും ടോപ്പിട്ട് നടക്കുന്നു, അങ്ങനെ മൊത്തം ചിലർ കിടന്നുറങ്ങുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റായിട്ട് ഞാൻ എല്ലാവരും കാണിച്ചു തരാം. അപ്പോൾ മനുഷ്യ ചേച്ചി ലിനി ചേച്ചിയൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. എൻ്റെ തലയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഹായ് ഹായ്. എന്തായി? സാരി ഡ്രൈപ്പിംഗ് കഴിഞ്ഞു, മുടി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. അമ്മ ഇവിടെ മാക്സ് ഇട്ടിരിക്കുന്നു. ബാനുദ അതിൻ്റെ ഉള്ളിൽ റെഡി ആവാൻ പോയിട്ടുണ്ട്. അമ്മേൻ്റെ ഉള്ളിൽ റെഡി. ആൻഡ് ഇത് അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. തേസേട്ടനത് അവിടെ ഇരിക്കുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് റെഡി ആവണ്ടേ? സാരി ഡ്രൈപ്പിംഗ് കഴിഞ്ഞു. തല ഞങ്ങൾ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മുടി കെട്ടുമ്പോൾ ഒരു 500 ഡൗട്ട് എങ്ങനെ കിട്ടും, എപ്പോൾ കിട്ടും, ലാസ്റ്റ് അല്ലേ എല്ലായിടത്തും മടങ്ങിട്ടു ഇതേപോലെ പരത്തിയിടുന്നതായിരിക്കും. കുറേ സ്റ്റൈലൊക്കെ നോക്കി വെക്കല്ലേ, എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് തന്നെ തിരിച്ചു വരും. അമ്മ മഹർഷി റെഡി ആയിട്ടുണ്ട്. അമ്മ അയാളുടെ തലയിൽ മറ്റേ ഇതും കൂടി കെട്ടു. മുനി ഞാൻ ഇടും. മാമുനി ഉഷ അന്തർജനം. പക്ഷെ ചേച്ചിക്ക് ഞാൻ ഫ്രണ്ടിൽ എന്തായാലും കുഴപ്പമില്ല, അതൊരു കാണാൻ പറ്റും. പക്ഷെ ഇപ്പഴേ ഹീലായോണ്ട് കാണാൻ പറ്റുന്നത്. പക്ഷെ കണ്ടില്ലേ കുറച്ച് തിക്കുണ്ട്. എന്റെ ബ്ലൗസ് കണ്ടില്ലേ? ശബരിച്ചേട്ടന്റെ സ്പെഷ്യൽ ബ്ലൗസ് ആണ്. ഫുൾ വെന്റിലേഷൻ ആണ്. ചൂടുകാലത്ത് പറ്റിയ വേഷല്ലേ? അതാ ഞാൻ വളരെ എന്താ പറയാ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ആളാണ്. കൊള്ളാല്ലേ? ഇത് മറ്റേ ഇത് മറ്റേ സീറം, നോർമൽ സീറം. ചേച്ചിക്ക് അന്ന് മറ്റൊരു കാജൽ ഞാൻ കാണിച്ചു തന്നിരുന്നു, പ്ലമ്മിന്റെ സെയിം ബ്രാൻഡിന്റെ. ഞാനും ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണേ. റൈസ് വാട്ടർ നയസിനമൈഡ് 10% സീറം പ്ലമ്മിന്റെ. ഇൻഗ്രീഡിയൻസ് നോക്കി എനിക്ക് എന്റെ ടെക്നിക്കൽ സൈഡ് എനിക്കറിയില്ല. ഞാനിങ്ങനെ ചെറു ഇടയ്ക്കിടയ്ക്ക് മാറ്റി കളിക്കും. പക്ഷെ ഇത് കൊള്ളാൻ നല്ല ഭംഗിയുണ്ട്. അതിന്റെ ടെക്സ്ചർ ഇവര് പറയണ മറ്റേ ഇതിന് റൈസ് വാട്ടർ കഞ്ഞിവെള്ളം. അപ്പൊ നമുക്ക് ബ്രൈറ്റൻ ചെയ്യാൻ നമ്മുടെ ബ്ലെമിഷസ് ഒക്കെ ഫെയ്ഡ് ചെയ്യാൻ വാട്ടർ നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കും. അതുപോലെ മറ്റേ ബ്ലെമിഷസ് ഒക്കെ ഇല്ലേ അത് ഫെയ്ഡ് ചെയ്യും. പിന്നെ നല്ല ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യുന്നൊക്കെ പറയണം. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി അത്ര ധാരണ ഇല്ല. ഭയങ്കര ലൈറ്റാ, ഭയങ്കര ലൈറ്റാണ്. അങ്ങനെ പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട് സ്കിന്നിക്ക്. നോ പ്രോബ്ലം. പിന്നെ ഇത് മറ്റേ ബിഗിനർ ഫ്രണ്ട്ലി
ആ ഓയിലി ഇതാവണില്ല, അബ്സോർബ് ആവുന്നുണ്ട്. പിന്നെ ബിഗിനർ ഫ്രണ്ട്ലി എന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ തുടക്കക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ സ്കിന്നിനും പറ്റും. ഓൾ സ്കിൻ ടൈപ്സ്, നോൺ കോമിഡോജെനിക്. ഇനി മെയിൻ മേക്കപ്പിലേക്ക് കിടക്കണം. ലിപ്സ്റ്റിക് ഇടാത്തോണ്ടൊരു അപാകത ഉണ്ടാവില്ല. ഇനി മെയിൻ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഇട്ടാലും ഒരു സെറ്റ് ആവും. യെസ്. ഇനി ഓക്കെ, എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കാര്യം എറണാകുളം വെച്ചിട്ട് പോകുന്നു. ഇതിന്റെ പ്രശ്നം ബ്ലൈൻഡ് ആവുമെന്നും കൂടി എനിക്കറിയില്ല. കുറച്ച് തിളക്കം കൊടുത്താലോ കണ്ണില്? ആണുണ്ടോ തിളക്കം? കൊള്ളാം കൊള്ളാം. ആ തിളങ്ങുന്നുണ്ട്. ആണല്ലേ? ബ്രഷൂടെ വേണമായിരുന്നു. പ്രശ്നമൊന്നുമില്ല, കൈ കൊണ്ട് തോണ്ടിത്തേക്ക്. ഇതായിരിക്കും എന്താണ് മറ്റേ നിത്യമേനോ പാടിയ ചിന്നി ചിന്നി മിന്നി തിളങ്ങും പാലൊളി കണ്ണെനക്ക്. ഇങ്ങനെ മിന്നി തിളങ്ങുന്ന കണ്ണ്. ചേച്ചിക്ക് വേണോ മിന്നല്? ഇന്നലത്തെ ഉറക്ക ക്ഷീണമുണ്ട് മുഖത്ത്. അല്ലേ മാളുവിനല്ലേ എനിക്ക് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ. ചേച്ചി സുന്ദരിയല്ലേ ഓൾവേസ്. ഇനി എന്നെ എന്റെ കണ്ണും മിന്നി തിളങ്ങുന്നു. ഇല്ല, ഞാൻ ബേസ് ഇട്ടത് മിന്നാൻ പോണേ ഉള്ളൂ. കണ്ണടയ്ക്കൂ. ഓവർ മിന്നൽ ഇടുന്നില്ലേ? വേണ്ട വേണ്ട, മതിമയോ? മിന്നല് മതി. മിന്നൽ മതിയോ? കുറച്ചിട്ടുള്ളൂ. കണ്ണടയ്ക്കൂ. നോക്കി എടാ മോനെ, റെഡി ആയോ? റെഡിയായി. എങ്ങനെയുണ്ട്? എല്ലാരും ബ്ലുമ്മ ഇന്ന്. ചൂടാവല്ലേ ചൂടാവല്ലേ? അതെ മാളു. വിഷ്ണു അതാരാ? അതാരാ വിഷ്ണു? ആരാ? കൊള്ള അടിപൊളി കപ്പിൾസ്. കാണുന്നില്ലെന്നേ. ഇങ്ങനെ കെട്ടാ. പക്ഷെ ഇപ്പൊ വെട്ടിയിട്ടോണ്ട് ഭംഗിയുണ്ടത്. ഭംഗിയുണ്ട് ഇങ്ങനെ അയച്ചു അല്ലേ? ഓ, എല്ലാരും നീലമായല്ലേ? നമ്മളെല്ലാം ബ്ലൂ ഫാമിലി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് കഴിയാനായിട്ട് അരമണിക്കൂർ എടുക്കും. എനിക്ക് മേക്കപ്പ് ഇടുന്ന ഇങ്ങനൊക്കെ കാണിക്കാൻ നോക്കുന്നുണ്ടോ? ശരി, ഈ പിരികത്തിന്റെ മുകളിൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഇടാൻ പറ്റുമോ? ഇല്ലല്ലോ, എനിക്ക് ഇങ്ങനെയല്ലേ ഇടാൻ പറ്റൂ. അതെ, ഇങ്ങനെ ഇട്ടാ പോരാ. നമ്മളൊക്കെ ഇങ്ങനെ ആളിച്ചു വരി തേക്കുന്നല്ലേ ഇടുന്നത്. ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, മെയിൻ സാധനം ഇട്ടിട്ടില്ല, കണ്ണെഴുതിട്ടില്ല. കണ്ടിട്ടില്ല. എന്തോ ലിപ്സ്റ്റിക് ഇട്ടരോ? കണ്ണ് എഴുതണോ? വേണ്ട, പോ. അപ്പൊ എഴുതാം. എല്ലാരും വെയിറ്റ് ചെയ്യുന്നു. ആരാടാ അവിടെ വെയിറ്റ് ചെയ്യാൻ? ഞാനും മയിലും. മയിലും ഞാൻ കണ്ടു മാണു കേട്ടോ. മയില് കരയുന്നു കേട്ടു. ഇവിടുത്തെ അലാമാണ് മയില്. ഞങ്ങളുടെ കൊല്ലത്ത് കോഴിയാണെങ്കിൽ ഇവിടെ മയിലാണ് രാവിലെ നമ്മളെയൊക്കെ വിളിച്ചെഴുതിപ്പിക്കുക. കൊല്ലത്ത് കോഴിയൊന്നുമില്ല, രാവിലെ കാക്കയുള്ളൂ. ഞാനൊരു ഈ ബ്ലോഗിൽ ഒരാള് തമാശ പറഞ്ഞാൽ മതി, അത് ഞാനാ. വീഡിയോ ഫോട്ടോ അല്ല. ഈ എന്താ അല്ല വീഡിയോ. റെഡിയാ? ഓക്കെ. ഹലോ 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 ഹലോ. ഹലോ, എക്സ്ക്യൂസ് മീ.
ഹായ് പറയൂ. ഹായ്. അതെ അതെ. ഓക്കെ. ഇനി മാല ചൂസിങ് സെർമണിയാണ്. ശബരിച്ചേട്ടൻ എനിക്കൊരു പൊട്ട മാലകൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഏതിടും നോക്കണം. അത് കൊള്ളാല്ലേ? അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. ഇത് വേണോ ഒരു ഓപ്ഷൻ? മയൂര ബൈ അർച്ചന, അവിടെ നിന്നാണ് ആക്സസറീസ് എല്ലാം. അവർക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. സൂപ്പറാണ് അവരുടെ കളക്ഷൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി, ഏതിടണം എല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം നല്ലല്ലേ? ഇത് വേണോ? പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കായിരുന്നു അല്ലേ? ഇന്നലെ വന്നിട്ട് ഇന്ന് തന്നെ പോവാം. ഓക്കെ, സോ എൻ്റെ കൈ ഹലോ. ഒന്നും അറിഞ്ഞ പോലും. ബോറടിക്കുന്നുണ്ടോ ചേച്ചി? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. തീർച്ചയായും ഇല്ല. ഓക്കെ. അമ്മേ ബോറടിക്കുന്നുണ്ടോ? ഒട്ടുമില്ല. അപ്പം ആർക്കും ഇല്ല. ഞാൻ ഉദ്ദേശിച്ച കൗണ്ടർ പോയി. അയ്യോ, ഇതെങ്ങോട്ടേ? നല്ല ഭംഗിയുണ്ടെന്ന് പറയുക. എനിക്ക് കൊടുത്തയച്ചു. അപ്പൊ പിന്നെ ഇനിയുണ്ട്. ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടു. എന്റെ കർണത്താരണ്ട് അടിച്ച പോലുണ്ട്. ചുമന്നിരിക്കുന്നു. വേറൊന്നുമില്ല, കൊള്ളത്തില്ല. മേക്കപ്പ് ഉണ്ടെന്ന് അറിയേയില്ല. ഓ, അത് കണ്ടാലും അറിയാം. എന്താ അഭിപ്രായം? എന്താ ഇങ്ങനൊക്കെ എടുക്കാം? ഇങ്ങനൊക്കെ ഇടാം. മറ്റേ ഇല്ല ചേച്ചി, മറ്റേ സീരിയലില് അമ്മേ ഭഗവതി എന്നൊക്കെ. അതേപോലെ റെഡി ആയി. ഞങ്ങളുടെ ആഭരണ വിഭൂഷിത റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇറങ്ങാണ്. ലാസ്റ്റ് മിനിറ്റ് ഹർബറി അതിൽ കയറി. ഓ, നമ്മൾ കാറ് നീല, ഡ്രസ്സ് നീല, ഇത് കറുപ്പാ. ആ, വെള്ളം. ഓ, ആകാശം ഇപ്പൊ ഇത്തിരി ഇരുണ്ടായിരിക്കണം. എന്താണ് മയില് നീല ഉണ്ടാവും, വരാറുണ്ട് ഇവിടൊക്കെ. കേറ ജാനകിയുടെ ഓക്കെ സെറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങൾ നീല പാർട്ടി ഒരു വണ്ടി കയറി അല്ലേ? ബാക്കി മിക്സ്ഡ് പാർട്ടി അടുത്ത വണ്ടി, നീല വണ്ടി കയറി. യെസ്, അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ആരുടെ കല്യാണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. എൻ്റെ അമ്മമ്മയുടെ സിസ്റ്ററുടെ മകളുടെ കല്യാണമാണ്. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മമ്മയുടെ സിസ്റ്ററുടെ പേരക്കുട്ടിയുടെ കല്യാണം. വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. ഒരുപാട് ഫോട്ടോ എടുക്കാൻ നമുക്ക് ഇവിടെയൊക്കെ തലങ്ങും വിലങ്ങും നിന്ന് ഫോട്ടോ എടുക്കാം. ആരും ഓൾറെഡി എടുത്തോണ്ടിരിക്കുന്നു. ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. ഞങ്ങൾ ഇടയ്ക്ക് വീണ്ടും വന്നിരിക്കുന്നു. നമുക്ക് അകത്തേക്ക് ഇരിക്കാം, സീറ്റ് പിടിക്കാം. സിമ്പിൾ ആയി പോയോ? വളരെ സിമ്പിൾ. ഇത്രയ്ക്ക് സിമ്പിൾ ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. ഞാൻ സിമ്പിൾ ആയിരുന്നു. ഞാൻ വന്നപ്പോഴേ എല്ലാരും ഇത്ര
നല്ലതാണോ മാംഗോ? ശശിമാമയൊക്കെ അവിടെ നടന്നു പോണത് അമ്മയും ഡീബോട്ടിനും മാച്ചിങ് കേട്ടോ. അമ്മയും ഡീബോട്ടും ഒന്നും കൊടുത്തിന് എന്തിനാ പൊട്ട്? ഒന്നും കൊടുത്തിന് എന്തിനാ പൊട്ട്? ഞാൻ പൊട്ടി വെച്ചിട്ടുണ്ടല്ലോ. ആലോചിച്ചിട്ട് 2 മിനിറ്റ് സാധനം ഉണ്ടല്ലോ. ആ പെണ്ണിന്റെ അച്ഛൻ മുരളി മാമ കാണാൻ പറ്റുന്നില്ല, കാണുന്നില്ല. ആരെങ്കിലും ഒരാളെ കാണിക്കേ 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 ഞാൻ ഇട്ടത് നീല ആ രതിച്ചേട്ടൻ ഒരു കൈൻഡ് ഓഫ് നീല എല്ലാവരും നീലമയം. എല്ലാരും കഴിച്ചിട്ട് എല്ലാരും ഇന്ന് പോണാരെന്ന് അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് എത്തി. എന്താ ഉണ്ടായതല്ലേ, അവിടെ നിന്നൊന്നും പിന്നെ വൈൻഡപ്പ് എടുക്കാൻ പറ്റില്ല. എല്ലാം ഷടപട. ഈ കല്യാണത്തിലൊക്കെ പോയി അങ്ങനെയല്ലേ, പിന്നെ നമ്മൾ വർത്താനം പറഞ്ഞ് അതിനിടയിൽ തേജേട്ടൻ്റെ അച്ഛനെയും അമ്മയും താരച്ചേച്ചീനെയും ബാനുവിനെയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. അവർ മറ്റേ ദേ പോയി ഇതാ വന്നു, ഇതായിരുന്നു. ഇന്നലെ രാത്രി 10:30 വന്നു, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പോവുകയും ചെയ്തു. ഞാൻ വളരെ പെട്ടെന്നായിരുന്നു. ചേച്ചിയുടെ ക്ലിനിക്ക് കാരണം അതേ ലീവൊന്നും എടുക്കാൻ പറ്റില്ല. ലീവല്ല, ചേച്ചിക്ക് പേഷ്യൻസ് ഉണ്ട്. അപ്പം അങ്ങനെ അവർ പോയി. അങ്ങനെ തിരിച്ചു വന്നു. നല്ല ക്ഷീണമായില്ലേ. ഈ കല്യാണത്തിന് പോയാലും അതുപോലെ നമ്മളിങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയി വന്നാലും പിന്നെ ഭയങ്കര ഒരു ക്ഷീണം. കോട്ടയം അങ്ങനെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തൊക്കെ ഉണ്ടാവും എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയുള്ളൂ. തലയുണ്ടോ വാലുണ്ടോ അതൊന്നും അറിയില്ല ഈ ബഹളത്തിലെടുത്തോണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി ഞങ്ങൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോയേക്കാൾ പരിവായിട്ടിരിക്കാം. അപ്പം ഇനി ഞങ്ങൾ വല്ല കഞ്ഞി എന്തെങ്കിലും കുടിച്ച് കിടന്നുറങ്ങും അല്ലേ. ഇനി വൈകിയൊന്നും കാര്യമായിട്ട് കപ്പ കല്ല ഇപ്പൊ നമ്മള് കഴിച്ചത് രാത്രി അമ്മ ഒരു കോട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ വീടാവോ. ഓക്കെ അപ്പൊ ശരി, അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ സുഖനിദ്ര.